السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا صاحبي السجن أما أحدكما فيسقي ربه خمرا وأما الآخر فيصلب فتأكل الطير من رأسه قضي الأمر الذي فيه تستفتيان. وقال للذي ظن أنه ناج منهم اذكرني عند ربك فأنساه الشيطان ذكر ربه فلبث في السجن بضع سنين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ യൂസുഫ് അലൈഹിസ്സലാമിനെ സംബന്ധിച്ചുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് നമ്മുടെ വിവരണം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനവറുകൾ ജയിലിൽ അടക്കപ്പെട്ടതിന്റെ ശേഷം ജയിൽവാസത്തിനിടക്ക് അദ്ദേഹത്തിന്റെ സഹ തടവുകാരിൽ നിന്നുണ്ടായ ഏതാനും അവരുടെ ചില ചോദ്യങ്ങൾക്ക്, അവർ കണ്ട ചില സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്താണെന്ന അന്വേഷണത്തിന് യൂസുഫ് നബി അലൈഹിസ്സലാം നൽകുന്ന മറുപടിയാണ് തുടർന്നുകൊണ്ട് അള്ളാഹു വിവരിച്ചിട്ടുള്ളത്. അദ്ദേഹം അവരോട് പറഞ്ഞു, യാ സാഹിബൈ സിജ്ൻ, ജയിലിലുള്ള എന്റെ രണ്ട് കൂട്ടുകാരെ. രണ്ടാളുകളാണല്ലോ അവരുടെ രണ്ട് സ്വപ്നത്തെ സംബന്ധിച്ച് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് വിശദീകരണം ആരാഞ്ഞത്. അവർ രണ്ടാളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാം പറയുകയാണ്, യാ സാഹിബൈ സിജ്ൻ, ജയിലിലുള്ള എന്റെ കൂട്ടുകാരെ. അമ്മ അഹദുക്കുമാ, നിങ്ങളിൽ ഒരാൾ, ഫയസ്ഖി റബ്ബഹു ഖംറ, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുകയാണ് മഹാനായ പ്രവാചകൻ. ഫയസ്ഖി റബ്ബഹു ഖംറ, നിങ്ങളിൽ ഒരുവൻ അവന്റെ യജമാനന് അവൻ മദ്യം കുടിപ്പിക്കുന്നയാളായി മാറും. വഅമ്മൽ ആഖറു, മറ്റേ വ്യക്തിയോ, ഫയുസ്ലബു, എന്നാൽ അയാൾ കുരിശിൽ തറക്കപ്പെടുകയും, ഫതഅകുലു ത്വയ്റു മിൻ റഅസിഹി, അദ്ദേഹത്തെ ആ കുരിശിൽ നാട്ടി അദ്ദേഹം മരണപ്പെടുമ്പോൾ ഫതഅകുലു ത്വയ്റു മിൻ റഅസിഹി, അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് പക്ഷി ഭക്ഷിക്കുകയും ചെയ്യും. ഈ രണ്ട് വ്യാഖ്യാനങ്ങൾ മഹാനായ പ്രവാചകൻ അവരെ കേൾപ്പിച്ചിട്ട് പറഞ്ഞു, ഖുദിയൽ അംറുല്ലദീ ഫീഹി തസ്തഫ്തിയാൻ, നിങ്ങൾ രണ്ടാളും എന്നോട് വിധി അന്വേഷിച്ച ആ കാര്യത്തിലുള്ള തീരുമാനം ഇതാ കൃത്യമായി തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഒരാൾ കണ്ട സ്വപ്നം അദ്ദേഹം മദ്യം പിഴിഞ്ഞുണ്ടാക്കുന്നതായിരുന്നു. മറ്റേയാള് കണ്ട സ്വപ്നം അദ്ദേഹം തലയിൽ ഒരു റൊട്ടിയുടെ കൊട്ട ചുമന്നു നിൽക്കുന്നു, അതിൽ നിന്ന് പക്ഷി വന്ന് കൊത്തിത്തിന്നുന്നു. ഇതിനെക്കുറിച്ചാണല്ലോ വിവരണം ആരാഞ്ഞത്. അതിനെക്കുറിച്ചാണ് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളിൽ ഒരുവൻ ജയിലിൽ നിന്ന് പുറത്തു പോയാലും യജമാനന് മദ്യം നൽകിക്കൊണ്ടിരിക്കുന്നയാളായിരിക്കും, ആ ജോലിയിലായിരിക്കും അയാൾ ഉണ്ടാവുക. രണ്ടാമത്തെ വ്യക്തിയോ മറ്റേ വ്യക്തിയോ അയാൾ കുരിശിൽ തറക്കപ്പെടും. അങ്ങനെ അയാളുടെ ജഡത്തിൽ നിന്ന്, അയാളുടെ തലയിൽ നിന്ന് പക്ഷി ഭക്ഷിച്ചുകൊണ്ടിരിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഖുദിയൽ അംറു, കാര്യം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു.
അല്ലദീ ഫീഹി തസ്തഫ്തിയാൻ, നിങ്ങൾ ഇരുവരും എന്നോട് അന്വേഷിച്ചിട്ടുള്ള കാര്യത്തിലുള്ള തീരുമാനം അതങ്ങനെ തന്നെയാണ് സംഭവിക്കുക. കാരണം വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് മഹാനായ ആ പ്രവാചകൻ അവർക്ക് ഈ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടും അദ്ദേഹം അവരെ കേൾപ്പിച്ചതിന്റെ ശേഷം അദ്ദേഹം എന്തു ചെയ്തു? വഖാല ലില്ലദീ ളന്ന അന്നഹു നാജിം മിൻഹുമാ, ആ രണ്ട് സഹതടവുകാരിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് മഹാനായ യൂസുഫ് അലൈഹിസ്സലാം മനസ്സിലാക്കിയ വ്യക്തിയോട് പറഞ്ഞു. അഥവാ ഒരാൾ രക്ഷപ്പെടുമെന്ന് ഉറപ്പാണല്ലോ, മറ്റേയാളെയാണല്ലോ കൊല്ലപ്പെടുകയും കുരിശിൽ തറക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. യൂസുഫ് അലൈഹിസ്സലാം ആ രണ്ടിൽ ഒരാളോട് അതാരാണ്, അയാൾ രക്ഷപ്പെടുമെന്ന് യൂസുഫ് അലൈഹിസ്സലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ വ്യക്തിയോട് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഉദ്കുർനീ ഇൻദ റബ്ബിക, നിന്റെ യജമാനന്റെ അടുക്കൽ നീ എന്നെ കുറിച്ച് പറയണം. നിന്റെ യജമാനന്റെ അടുക്കൽ നീ എന്നെ കുറിച്ച് പറയണം. അഥവാ ഇങ്ങനെ ഒരു വ്യക്തി ജയിലിൽ കിടക്കുന്നുണ്ട്, രാജാവിനോട് നിന്റെ യജമാനനോട് നീ പോയിട്ട് പറയണം, ഇങ്ങനെ നിരപരാധിയായ നല്ലവനായ ഒരു മനുഷ്യൻ, നിരപരാധിയാണ്, അക്രമിയല്ല, അനീതി ചെയ്യുന്ന വ്യക്തിത്വമല്ല, അങ്ങനെയുള്ള ഒരു വ്യക്തി ജയിലിൽ അകാരണമായി അടക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കാര്യം നീ ആ മനുഷ്യനോട്, നിന്റെ യജമാനനോട് പോയിട്ട് പറയണം. നീ രക്ഷപ്പെടുമ്പോൾ നീ അവിടെ പോയിട്ട് എന്നെ ഓർക്കണം. അതേ, എന്താണ് സംഭവിച്ചത്? ഈ വ്യക്തി ജയിലിൽ നിന്ന് പുറത്തു കടന്ന് അദ്ദേഹത്തിന്റെ ജോലിയിൽ തുടർന്നു കൊണ്ടിരിക്കെ യൂസുഫ് അലൈഹിസ്സലാം ഓർമ്മപ്പെടുത്തിയ ഈ കാര്യം അദ്ദേഹം പറയാൻ മറന്നുപോയി. അതേ, തന്റെ യജമാനനോട് ഈ തന്റെ ജയിലിലുണ്ടായിരുന്ന തന്റെ നേതാവിനെ കുറിച്ച് പറയാനുള്ള വിവരം ഓർമ്മ ശൈത്താൻ മറപ്പിച്ചു കളഞ്ഞു. ഇയാളത് പറയാൻ ഇയാൾക്ക് കഴിഞ്ഞില്ല, ഓർമ്മ വന്നില്ല. അയാളെ രക്ഷപ്പെട്ടു, ജോലിയിലൊക്കെ പോയി എന്നല്ലാതെ യൂസുഫ് അലൈഹിസ്സലാം ഓർമ്മപ്പെടുത്തിയ ഈ കാര്യം യജമാനനോട് പറയാൻ അദ്ദേഹം മറന്നുപോയി. ശൈത്താൻ മറപ്പിച്ചു. കാരണം നല്ല കാര്യങ്ങളൊക്കെ ശൈത്താനാണല്ലോ മറപ്പിക്കുക. അങ്ങനെ അത് കാരണമായി ജയിലിൽ യൂസുഫ് അലൈഹിസ്സലാം താമസിക്കേണ്ടി വന്നു. കുറെ കാലങ്ങളോളം, കുറെ കൊല്ലങ്ങളോളം. ബിളുഅ് എന്ന് പറഞ്ഞാൽ 3 മുതൽ 7 വരെ, അതല്ലെങ്കിൽ 2 മുതൽ 9 വരെയുള്ള അക്കത്തിനാണ്, എണ്ണത്തിനാണ് ബിളുഅ് എന്ന് പറയാം. ഏതായിരുന്നാലും എത്ര കാലമാണ് മഹാനവറുകൾ ഇതിന്റെ ശേഷം ജയിലിൽ കിടക്കേണ്ടി വന്നത്? 7 കൊല്ലം മഹാനവറുകൾ ജയിലിൽ താമസിക്കേണ്ടി വന്നു എന്നതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത്. 7 കൊല്ലത്തോളം നിരപരാധിയായ യൂസുഫ് അലൈഹിസ്സലാം ജയിലിൽ അടക്കപ്പെട്ടു. ഇനി മഹാനായ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകാൻ പോവുകയാണ്. ജയിലിൽ നിന്ന് മഹാനവറുകൾ മോചിതനാവാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരികയാണ്. ജയിലിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തു കടക്കാനുള്ള ഒരു സാഹചര്യം അതാ അള്ളാഹു ഒരുക്കി കൊടുക്കുകയാണ്. അതേതിലൂടെയാ ഒരുക്കി കൊടുക്കുന്നത്? ആ നാട്ടിലെ ഈജിപ്തിലെ രാജാവ് ഒരു സ്വപ്നം കാണുകയാണ്. ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിൽ അയാൾ എന്താണ് ദർശിക്കുന്നത്? وقال الملك إني أرى 7 بقرات سمان يأكلهن 7 عجاف و7 سنبلات خضر وأخر يابسات يا أيها الملأ أفتوني في رؤياي إن كنتم للرؤيا تعبرون. രാജാവ് ഒരു സ്വപ്നം കാണുകയാണ്. ആ നാട്ടിലെ രാജാവ്. എന്താണ് അയാൾ കാണുന്നത്? ഇന്നി അറ, ഞാൻ കാണുന്നു, 7 ബഖറാത്തിൻ സിമാനിൻ, 7 തടിച്ചു കൊഴുത്ത പശുക്കൾ. അയാൾ സ്വപ്നം കാണാൻ 7 തടിച്ചു കൊഴുത്ത 7 പശുക്കൾ. യഅ്കുലുഹുന്ന, അവയെ ഭക്ഷിക്കുന്നു. 7 ഇജാഫ്, മെലിഞ്ഞൊട്ടിയ 7 പശുക്കൾ. അതാണല്ലോ അത്ഭുതം. നേരെ എതിരല്ലേ വേണ്ടത്? തടിച്ചത് മെലിഞ്ഞീനല്ലേ തിന്നുക. പക്ഷെ ഇവിടെ നേരെ എതിരാണ്. ഇയാൾക്ക് അത്ഭുതപ്പെടുത്തിയത് അതാണ്. 7 തടിച്ച പശുക്കളെ തിന്നുന്നതാരാണ്? 7 മെലിഞ്ഞൊട്ടിയ പശുക്കളാ തിന്നുന്നത്. അതാണ് ഒരു സ്വപ്നം.
അതിന്റെ കൂടെ അയാൾ കാണുന്നത് വസബഅ സുംബുലാത്തിൻ ഖുദരിൻ വഉഖറ യാബിസാത്ത്, 7 പച്ച നിറത്തിലുള്ള കതിരുകളും വഉഖറ യാബിസാത്ത്, ഉണങ്ങിയ 7 കതിരുകളും, പച്ച നിറത്തിലുള്ള പച്ചപ്പുള്ള 7 കതിരുകളും ഉണങ്ങിയ 7 കതിരുകളും കൂടി അതിന്റെ കൂടെ കാണുകയാണ്. എന്താണിത്? വല്ലാത്തൊരു എന്തോ ഇതിലൊരു പ്രത്യേകമായ കാര്യമുണ്ട്, ഇതൊരു പൊട്ടക്കിനാവൊന്നുമല്ല എന്ന് രാജാവിന് ഇങ്ങനെ തോന്നുന്നു. സ്വപ്നം കണ്ട രാജാവിന്റെ മനസ്സിൽ ഇത് തന്നെ, എന്താ ഇങ്ങനെ കാണാൻ, എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ എന്നിങ്ങനെ അയാളുടെ മനസ്സ് അലട്ടിക്കൊണ്ടിരുന്നു. അയാൾ എന്ത് ചെയ്തു? ദർബാറിൽ, രാജദർബാറിൽ അദ്ദേഹത്തിന് കിട്ടാവുന്ന നിലക്കുള്ള സർവ്വ ജ്യോത്സ്യന്മാരെയും അതുപോലെ തന്നെ ഇസ്ലാമികമായ കാര്യങ്ങളെ സംബന്ധിച്ചല്ലല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ചിട്ടുള്ളത്. ഒരു അനിസ്ലാമിക ഗവൺമെന്റ് ആണല്ലോ, അനിസ്ലാമിക ഭരണകൂടമാണല്ലോ. അവിടെ ഏതൊക്കെ ജാലവിദ്യക്കാരും മജീഷ്യന്മാരും ആ രൂപത്തിലുള്ള നോട്ടക്കാരും അങ്ങനെയുള്ള ആളുകളൊക്കെ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ആ ദർബാറിലുള്ള സദസ്സ് വിളിച്ചു കൂട്ടിയിട്ട് അതിലുള്ള വലിയ പണ്ഡിതന്മാരെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള കൊട്ടാരത്തിലും പുറത്തുമുള്ള ഈ രംഗത്തെ സ്വപ്നത്തെക്കുറിച്ചൊക്കെ വിവരണം പറയാൻ കഴിവുള്ളവരെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുള്ള വ്യാഖ്യാതാക്കളെയും ആ നിലക്കുള്ള വലിയ പണ്ഡിതന്മാരെന്ന് തോന്നിയ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, യാ അയ്യുഹൽ മലഉ, ഓ പ്രധാനികളെ, അഫ്തൂനി, നിങ്ങൾ എനിക്ക് വിവരിച്ചു തരണം, ഫീ റുയായ, ഞാൻ കണ്ട ഈ സ്വപ്നത്തെ സംബന്ധിച്ച്, ഇൻ കുൻതും ലിർറുയാ തഅബുറൂൻ, നിങ്ങൾ സ്വപ്നത്തിന് വ്യാഖ്യാനം പറയാൻ കഴിവുള്ളവരാണെങ്കിൽ, നിങ്ങളൊക്കെ സ്വപ്നത്തിന് വ്യാഖ്യാനം പറയാൻ കഴിവുണ്ട് എന്നാണല്ലോ നിങ്ങളൊക്കെ വെപ്പ്. അങ്ങനെയാണല്ലോ നിങ്ങളൊക്കെ സ്വപ്ന വ്യാഖ്യാനം ധാരാളം പറയാറുണ്ടല്ലോ, കണ്ട സ്വപ്നങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ പറയാറുണ്ട്. അതിനൊക്കെയുള്ള പാണ്ഡിത്യവും കഴിവും ശേഷിയൊക്കെ ഉള്ള ആളുകളാണല്ലോ നിങ്ങൾ. എങ്കിൽ ഞാൻ കണ്ട ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം, എനിക്ക് നിങ്ങളത് അറിയിച്ചു തരണം. കാരണം ആ നാട്ടിൽ മികച്ചു നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു. സ്വപ്നം കണ്ട അവരത് ഓരോ നിലക്ക് അവർ വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ പറയും, പലതും പറയും, ചിലതൊക്കെ ശരിയാവും, ചിലതൊന്നും ശരിയാവില്ല. ആ നിലക്ക് അതിൽ വലിയൊരു വല്ലാത്തൊരു രൂപത്തിലുള്ള ഒരു പ്രത്യേകമായ പ്രചാരണം നടന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് തന്നെയാണ് ഈ രാജാവ് ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് തന്റെ ഈ സ്വപ്നത്തിലുള്ള വിവരണം എന്താണെങ്കിൽ നിങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരണം എന്ന് കൊട്ടാരത്തിൽ വിളിച്ചുകൂട്ടിയ ദർബാറിലെ ഹാളിൽ വെച്ച് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അവിടെ ഒരുമിച്ച് കൂടിയ ആളുകളൊക്കെ ഉടനെ എന്താ പറയുന്നത്? قالوا أضغاث أحلام وما نحن بتأويل الأحلام بعالمين. قالوا അവരൊന്നടങ്കം പറഞ്ഞു, അദ്ഗാസു അഹ്ലാം, രാജാവേ ഇതൊക്കെ പൊട്ട സ്വപ്നങ്ങളാണ്, ഇതൊക്കെ പേക്കിനാവുകളാണ്, ഒരു കാര്യമില്ലാത്ത സംഗതികളാണ് അതൊക്കെ. അതുകൊണ്ട് വമാ നഹ്നു, ഞങ്ങളല്ല, ബിതഅ്വീലിൽ അഹ്ലാമി ബിആലിമീൻ, ഇത്തരത്തിലുള്ള പൊട്ട സ്വപ്നങ്ങളും പേക്കിനാവുകളും ഒന്നും വിവരിക്കാനുള്ളവരല്ല ഞങ്ങൾ. സ്വപ്നങ്ങളൊക്കെ ശരിക്കുള്ള സ്വപ്നങ്ങൾക്കൊക്കെ വ്യാഖ്യാനം പറയുന്നല്ലാതെ ഇതുപോലത്തെ പൊട്ടത്തരങ്ങള്, അത്തരത്തിലുള്ള പേക്കിനാവുകള്, അർത്ഥമില്ലാത്ത അർത്ഥശൂന്യമായ കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ അങ്ങനെ വ്യാഖ്യാനം പറയുന്നവരല്ല. ഇനി അങ്ങോട്ട് അറിയൂല. വാസ്തവത്തിൽ അവര് പറയേണ്ടിയിരുന്നത് അങ്ങനെയൊന്നുമല്ല. അവരുടെ ഈ മറുപടി തന്നെ ഒരുപാട് അബദ്ധമാണ്. ഒന്ന് അജ്ഞതയാണ് ആദ്യം തന്നെ. അറിവില്ല, അവർക്ക് അറിവില്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ പോരെ, അത് പൊട്ട സ്വപ്നം എന്ന് പറയണോ? ചിലരങ്ങനെയാണ്, ചാടിക്കയറി പെട്ടെന്ന് മറുപടി പറയും. കാരണം എന്താ, വേഗം പറയണല്ലോ, ആലോചിക്കാനൊന്നും സമയമില്ല. അപ്പൊ ജഹാലത്ത് അവരുടെ മറുപടിയിൽ മുഴച്ചു നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ ഇത് പൊട്ട സ്വപ്നാണ് അവരെങ്ങനെ ആദ്യമാണ് തീരുമാനിക്കല്. അതും അവർക്ക് ഒഴിഞ്ഞു മാറാനുള്ള ഒരു തന്ത്രം കണ്ടു എന്നതല്ലാതെ വിവരക്കേടാണ് അവരതും പറഞ്ഞത്. മാത്രമല്ല, ഞങ്ങൾക്കതിനെ സംബന്ധിച്ച് അറിയൂല, അറിവുള്ള വേറെ ആരോടെങ്കിലും ചോദിച്ചോളൂ എന്നല്ലല്ലോ പറയുന്നത്. മറിച്ച് എന്താണ്, അത് സ്വപ്നം, അത് കാര്യമുള്ളതൊന്നുമല്ല എന്ന് പറഞ്ഞ് വേഗം, അതെപ്പോഴും ഈ ജഹാലത്തുള്ള ആളുകളുടെ പെട്ടെന്ന് ഒരു മറുപടി പറയും, പെട്ടെന്ന് എന്തിലും കയറി ഇടപെടും, ചിന്തിക്കൂല, ആലോചിക്കൂല. അത് മുസ്ലിമീങ്ങൾക്ക് പറ്റൂല. ഒരു യഥാർത്ഥ വിശ്വാസി എപ്പോഴും അവൻ പറയുന്നതും അവൻ പഠിപ്പിക്കുന്നതും അവൻ ഇടപെടുന്നതും ഒക്കെ വളരെ ചിന്തിച്ചും ആലോചിച്ചും വളരെ കൃത്യമായുമായിരിക്കണം എന്നുകൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. കാരണം വിവരക്കേടിന്റെ മറുപടിയാണ് അവരറിവില്ലാതെ അവരോട് ഫത്വ ചോദിച്ചപ്പോ അറിവില്ലാതെ വിധിയും പറയാം.
അതിനെപ്പറ്റി ആലോചിക്കട്ടെ എന്നൊന്ന് ചിന്തിക്കട്ടെ, അല്ലെങ്കിൽ അറിവുള്ള മറ്റാരോടെങ്കിലും ഒന്ന് മുഷാവറ നടത്താം. അതൊന്നും പറഞ്ഞില്ല, ചാടിക്കേറി എന്താ പറഞ്ഞത്, അത് പൊട്ട സ്വപ്നാണ്, വലിയ കാര്യമുള്ള ഒന്നുമല്ല, അതിന് വ്യാഖ്യാനം പറയാൻ ഞങ്ങൾ ആളല്ല എന്നും പറയുകയാണ് ചെയ്തത്. അതേ അവസരത്തിൽ ഈ ഘട്ടത്തിൽ ഇത് കേട്ട് നിൽക്കുന്നുണ്ട് അവിടെ ഒരാള്, യജമാനന് മദ്യം വിളമ്പുന്ന ജോലിയുള്ള ഒരാളുണ്ടല്ലോ, അയാൾ ഇതിനൊക്കെ സാക്ഷിയായി നിൽക്കുകയാണ്. അയാൾ രാജാവിനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആ ജയിലിലുള്ള സ്വപ്നം കണ്ട രണ്ട് സഹ തടവുകാരിലെ രക്ഷപ്പെട്ട ഒരാള് അയാള് പറഞ്ഞു, കുറെ കാലങ്ങൾക്ക് ശേഷം അയാൾക്ക് ഇപ്പൊ ഓർമ്മ വന്നു. അന്ന് യൂസുഫ് അലൈഹി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, ഉദ്കുർനി ഇന്ദ റബ്ബിക, യജമാനനോട് എന്റെ കാര്യം പറയണം. പക്ഷെ അയാളത് ശൈത്താൻ മറപ്പിച്ചു. പക്ഷെ ഇപ്പൊ അയാൾക്ക് ഈ സന്ദർഭത്തിലാ ഓർമ്മ വന്നു. ഇവരൊക്കെ ഇങ്ങനെ പരാജയപ്പെട്ട് നിൽക്കല്ലേ, ആ സമയത്ത് അയാൾക്ക് മുമ്പ് പറഞ്ഞത് ഓർമ്മ വന്നു. അതാ വദ്ദക്കറ, അയാൾ ഓർത്തു. ബഅദ ഉമ്മത്തിൻ, ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഉമ്മത്ത് എന്ന് പറഞ്ഞ സമുദായം എന്നല്ല, ഒരു നീണ്ട കാലയളവ്, ഒരു കാലയളവിന് ശേഷം അയാൾക്കത് ഓർമ്മ വന്നു. അയാൾ രാജാവിനോട് പറഞ്ഞു, രാജാവേ, അന ഉനബ്ബിഉകും ബിതഅ്വീലിഹി, അതിന്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തരാം. എന്റെ അടുക്കൽ അതിന് പറ്റിയ ഒരാളുണ്ട്, അയാളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ ജയിലിൽ കിടക്കുന്ന കാലത്ത് അയാളെ എനിക്ക് നല്ല വിശ്വാസമാണ്. അയാൾ പറയുന്നതൊക്കെ 100% സത്യസന്ധമാണ്. നല്ലവനായ വ്യക്തിത്വമാണ്, വിനീതനാണ്, ശുദ്ധനാണ്, നല്ല വിവേകിയാണ്, കാര്യബോധമുള്ള വ്യക്തിത്വമാണ്. എന്നെ ഫഅർസിലൂൻ, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ എന്നെ ഒന്ന് പോകാൻ സമ്മതിച്ചാൽ, എന്നെ ഒന്ന് പറഞ്ഞയച്ചാൽ, നിങ്ങളുടെ സ്വപ്നത്തിന്റെ യഥാർത്ഥ വ്യാഖ്യാനമായിട്ട് ഞാൻ ഓടി വരാം. രാജാവിനോട് അദ്ദേഹം പറയണം. അങ്ങനെ രാജാവ് പറഞ്ഞു, ഓ വളരെ നന്നായി, എങ്കിൽ നിങ്ങൾ പോവുക, ജയിലിലേക്ക് പോവുക. ആ വ്യക്തി ഓടുകയാണ്, ജയിലിലേക്ക് പോവാണ്. ജയിലിലെത്തിയിട്ട് യൂസുഫ് അലൈഹിസ്സലാമിനെ അഭിസംബോധന ചെയ്യുകയാണ്. യൂസുഫ് അയ്യുഹസ് സിദ്ദീഖ്, യൂസുഫ് അയ്യുഹസ് സിദ്ദീഖ് അഫ്തിനാ ഫീ 7 ബഖറാത്തിൻ സിമാൻ يأكلهن 7 عجاف و7 سنبلات خضر وأخر يابسات لعلي أرجع إلى الناس لعلهم يعلمون. യൂസുഫ് അയ്യുഹ സിദ്ദീഖ്, സത്യസന്ധനായ യൂസുഫേ. കണ്ട മാത്രയിൽ പറഞ്ഞു, യൂസുഫേ അയ്യുഹ സിദ്ദീഖ്, സത്യസന്ധനായ, സത്യം മാത്രം പറയുന്ന, എല്ലാത്തിലും ഞങ്ങൾക്ക് വളരെ സത്യസന്ധനായി തോന്നിയിട്ടുള്ള മഹാനവറുകളെ, ആ വ്യക്തിയെ ഒന്നുകൊണ്ട് അഭിസംബോധന ചെയ്യണം. അഫ്തിന, താങ്കൾ ഞങ്ങൾക്കൊരു വിധി പറഞ്ഞു തരണം. ഞങ്ങളുടെ ദർബാറിൽ രാജാവ് ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഫീ 7 ബഖറാത്തിൻ സിമാനി യഅകുലുഹുന്ന 7 നിജാഫുൻ, 7 തടിച്ചു കൊഴുത്ത പശുക്കളെ 7 മെലിഞ്ഞ പശുക്കൾ തിന്നുന്നതാണ് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ 7 പച്ചക്കതിരുകളും അത്ര തന്നെ ഉണങ്ങിയ കതിരുകളെയും കണ്ടിരിക്കുന്നു. ലഅല്ലി അർജിഉ ഇലന്നാസി, ജനങ്ങളുടെ അടുത്തേക്ക് എനിക്ക് മടങ്ങിച്ചെന്നുകൊണ്ട് വിവരം പറഞ്ഞാൽ ലഅല്ലഹും യഅലമൂൻ, അവര് കാര്യങ്ങൾ മനസ്സിലാക്കുമല്ലോ. ലഅല്ലഹും യഅലമൂൻ, അവര് മനസ്സിലാക്കിക്കോളും എന്ന് പറഞ്ഞതിന് 2 തഫ്സീറുകൾ പണ്ഡിതന്മാർ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഈ വ്യാഖ്യാനം നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ അവരോട് പോയിട്ട് അത് പറയുമ്പോ അവർക്ക് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ശരിക്കും അവർ മനസ്സിലാക്കിക്കോളും, ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം, നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരുന്ന ഈ വ്യാഖ്യാനം ഞാൻ അവരുടെ അടുക്കൽ മടങ്ങിച്ചെന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്താൽ താങ്കളുടെ ശ്രേഷ്ഠത അവർ മനസ്സിലാക്കും, താങ്കളുടെ ശ്രേഷ്ഠത അവർ മനസ്സിലാക്കും. നിങ്ങളോട് കടുത്ത അക്രമമാണല്ലോ ഈ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്, ജയിലിൽ അടച്ചിട്ടുള്ളത് എന്നത് അവർ മനസ്സിലാക്കും. അങ്ങനെ നിങ്ങളുടെ പവറും പ്രത്യേകതയും ഒക്കെ അവർ മനസ്സിലാക്കും. താങ്കൾ അകപ്പെട്ടിട്ടുള്ള ഈ അനീതിയുടെ ആഴം അവർ മനസ്സിലാക്കിക്കോളും. ഇങ്ങനെ 2 നിലക്കാണെങ്കിലും വിശുദ്ധ ഖുർആൻ പറയിപ്പിക്കുന്ന ആശയങ്ങളോട് ഒരിക്കലും അത് വൈരുദ്ധ്യമല്ല, എതിരല്ല. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ഒരു ചോദ്യം മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ നിന്ന് മുമ്പ് കാലത്ത് ഇങ്ങനെ പറഞ്ഞു വിട്ടുപോയ ആള് വന്ന് ചോദിച്ചപ്പോ സാധാരണഗതിയിൽ എന്താ വേണ്ടത്? ഇപ്പഴാ വരുന്നതല്ലേ, ഞാൻ നിന്നോട് എന്ന് പറഞ്ഞതാ,
നിന്റെ യജമാനനോട് എന്റെ വിവരം പോയിട്ട് പറയണം. അപ്പൊ നിനക്കൊരു ആവശ്യമായപ്പോഴാണ് ഓർമ്മ വന്നതല്ലേ, ഇപ്പൊ തൽക്കാലം ഇപ്പൊ പറയാൻ മനസ്സില്ല എന്നൊന്നും പറഞ്ഞില്ല. ഒരു രൂപത്തിലുള്ള വൈരാഗ്യവും വിദ്വേഷവും പ്രകടിപ്പിച്ചില്ല. തന്നെക്കുറിച്ച് ഇത്രകാലം ഓർക്കാത്തതിന്റെ പേരിൽ പരിഭവിച്ചില്ല. ഉടനെ വിവരണം പറഞ്ഞു കൊടുക്കുകയാണ്. എന്നെ ജയിലിൽ നിന്ന് ഇറക്കി തന്നാ ഞാൻ മറുപടി പറഞ്ഞോളാം, എന്ത് നിന്റെ യജമാനനോട് പോയിട്ട് പറ എന്ന ഉപാധി വെച്ചില്ല. രാജാവല്ലേ സ്വപ്നം കണ്ടത്, രാജാവിന്റെ കാര്യമല്ലേ, എന്നെ ഇവിടുന്ന് ഇറക്കാമെന്ന ഷർത്തോടുകൂടി, എന്നെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാം എന്ന ഉപാധിയോടുകൂടി രാജാവിനോട് പോയിട്ട് പറ, ജയിൽ മോചിതനാക്കിയാൽ മണിമണിയായി നിങ്ങളുടെ സ്വപ്നത്തിന്റെ അർത്ഥം പറയാമെന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞിരിക്കുന്നു എന്ന് പോയി പറഞ്ഞോളൂ എന്ന് യൂസുഫ് അലൈഹിസ്സലാമിന് പറയാമായിരുന്നില്ലേ? രക്ഷപ്പെടാൻ അതൊരു തന്ത്രമാകുമായിരുന്നില്ലേ? പക്ഷേ മഹാനവറുകൾ അതൊന്നും പറയാതെ വളരെ വിശാല മനസ്കതയോടുകൂടി വളരെ തൃപ്തിയോടുകൂടി വന്ന വ്യക്തിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. قال تزرعون 7 سنين دأبا فما حصدتم فذروه في سنبله إلا قليلا مما تأكلون ثم يأتي من بعد ذلك 7 شداد يأكلن ما قدمتم لهن إلا قليلا مما تحصنون ثم يأتي من بعد ذلك عام فيه يغاث الناس وفيه يعصرون. മഹാനവറുകൾ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുകയാണ് വന്നയാൾക്ക്. എന്താ അദ്ദേഹം പറയുന്നത്? ഖാല, അദ്ദേഹം പറഞ്ഞു, രാജാവിനോട് പോയിട്ട് പറഞ്ഞോളൂ, എന്താ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം? തസ്റഊന 7 സിനീന ദഅബാ, നിങ്ങൾ 7 കൊല്ലം തുടർച്ചയായി കൃഷി ചെയ്യും. ഈ ഈജിപ്ത് രാജ്യത്ത് 7 കൊല്ലം തുടർച്ചയായി നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ കഴിയും. അങ്ങനെ സമൃദ്ധമായി നിങ്ങൾക്ക് 7 കൊല്ലം വിളവ് കിട്ടും. അങ്ങനെ സമൃദ്ധമായി വിളവ് കിട്ടുന്ന 7 കൊല്ലം കഴിയുമ്പോ ഫമാ ഹസത്തും, നിങ്ങൾക്ക് സൂക്ഷിക്കാൻ, നിങ്ങൾ കൊയ്തെടുക്കുന്നതൊക്കെ മുഴുവൻ അങ്ങ് തിന്ന് നശിപ്പിക്കരുത്. ഫദറൂഹു ഫീ സുംബുലിഹി, അതിന്റെ കതിരുകളിൽ തന്നെ നിങ്ങൾ അതിനെ വിട്ടേക്കണം. ഇല്ലാ ഖലീലം മിമ്മാ തഅകുലൂൻ, നിങ്ങൾ ആവശ്യത്തിന് ഭക്ഷിക്കാനുള്ളത് എടുത്തിട്ട് അതല്ലാത്തതൊക്കെ അവിടെ ബാക്കി വെച്ചേക്കണം. അതാ പറഞ്ഞു കൊടുത്ത്. 7 കൊല്ലം ഈ രാജ്യത്ത് നല്ല സമൃദ്ധമായ വിളവുണ്ടാകും. ആ 7 കൊല്ലം കിട്ടുന്ന വിളവുകൾ സമൃദ്ധമായിട്ടുണ്ടല്ലോ എന്ന നിലക്ക് മുഴുവൻ അങ്ങ് ദൂർത്തടിച്ച് തിന്നുകളയരുത്. ആ 7 കൊല്ലം നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് കൊയ്തെടുത്ത് കിട്ടിയത് ആവശ്യത്തിനുള്ളത് നിങ്ങൾ ഭക്ഷിച്ചിട്ട് ബാക്കി അവിടെ എന്ത് ചെയ്യണം? അവിടെ അങ്ങനെ സൂക്ഷിച്ചു വെക്കണം. കാരണം എന്താ? ثم يأتي من بعد ذلك 7 شداد, പിന്നീട് ആ 7 കൊല്ലത്തിന്റെ ശേഷം പിന്നീടൊരു 7 കൊല്ലം വരും. അത് വളരെ ക്ഷാമം നിറഞ്ഞ കാലഘട്ടമായിരിക്കും. വിളവൊന്നും ഉണ്ടാവില്ല, മഴ പെയ്യൂല, ദുരിതമായിരിക്കും, പ്രയാസമായിരിക്കും, കഷ്ടപ്പാടായിരിക്കും. അങ്ങനെയുള്ള വറുതിയും ബുദ്ധിമുട്ടും ക്ഷാമവുമുള്ള വരൾച്ചയുമുള്ള കഠിനമായ രൂപത്തിലുള്ള പ്രതിസന്ധി അകപ്പെടാൻ പോകുന്ന 7 കൊല്ലം വരും. ആ 7 കൊല്ലത്തിൽ യഅകുൽന മാ ഖദ്ദംതും ലഹുന്ന ഇല്ലാ ഖലീലം മിമ്മാ തുഹ്സിനൂൻ, ആ 7 കൊല്ലത്തിൽ, ആ 7 കൊല്ലം നിങ്ങൾ ഈ കൂട്ടിവെച്ചതൊക്കെ നിങ്ങൾ തിന്നേണ്ടി വരും. അപ്പൊ ഈ 7 കൊല്ലത്തത് മറ്റ് വരാൻ പോകുന്ന 7 കൊല്ലം അത് തിന്നുകളയും, ആവുന്ന ആവശ്യമായിട്ട് വരും. എന്നിട്ട് അതും കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ശേഷം ഒരു കൊല്ലം വരും. അതിന്റെ ശേഷം വരുന്ന കൊല്ലത്തിൽ ജനങ്ങൾക്കന്ന് സമൃദ്ധമായി മഴ കിട്ടും. അവർക്ക് വലിയ വിഭവങ്ങൾ ഉണ്ടാകും, കാർഷികമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും, വിളവുണ്ടാകും. ഫീഹി യഅ്സിറൂൻ, നല്ല ഫലഭൂയിഷ്ടമായ നിലക്കുള്ള പഴവർഗ്ഗങ്ങൾ ഉണ്ടാകും. അവർക്ക് സത്തുകൾ പിഴിഞ്ഞെടുക്കാനും അതിന്റെ ചാറുകൾ സൂക്ഷിക്കാനും പിഴിയാനും ഒക്കെ സാധിക്കുന്ന സമൃദ്ധമായ ഫലങ്ങളും ധാന്യങ്ങളുമൊക്കെ വിളഞ്ഞു പരിപൂർണമായി നമുക്ക് ലഭിക്കുന്ന നിലക്കുള്ള ഒരു കൊല്ലം പിന്നീട് വരും. ഇതാണ് ആ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്ന് മഹാനായ യൂസുഫ് അലൈഹിസ്സലാം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ വ്യക്തി ഇത് കേട്ട്
രാജാവിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് രാജാവിനോട് വിവരം പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വിവരമറിഞ്ഞപ്പോ രാജാവിന് മനസ്സിലായി ഇതൊരു സാധാരണ വ്യക്തിത്വമല്ല, എന്റെ രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ചുള്ള പ്രവചനമാണ് ഈ വ്യക്തി നടത്തിയിരിക്കുന്നത്. ഇത് ചില്ലറ വ്യാഖ്യാനമല്ല. അദ്ദേഹം ഭരിക്കുന്ന രാജ്യത്തിന്റെ വരാൻ പോകുന്ന ക്ഷാമകാലത്തെ സംബന്ധിച്ച് ആ ക്ഷാമകാലത്തിന്റെ മുന്നൊരുക്കമായിക്കൊണ്ട് അദ്ദേഹം മുന്നൊരുക്കം നടത്തേണ്ടുന്നതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിക്കുന്ന നിലക്ക് ഒരു രാജ്യത്തിന്റെ എല്ലാ നിലക്കുമുള്ള സാമ്പത്തികമായ അവിടെയുള്ള ഭക്ഷണ രംഗത്തുള്ള ഭദ്രത നിലനിർത്താൻ ആവശ്യമായ വല്ലാത്തൊരു വ്യാഖ്യാനാണല്ലോ ഈ വ്യക്തി പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം സാധാരണക്കാരനല്ല, അദ്ദേഹം വല്ലാത്തൊരു മഹാൻ തന്നെയാണ്. രാജാവിന് വല്ലാത്ത മതിപ്പായി, സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, എനിക്കിപ്പൊ കിട്ടണം അദ്ദേഹത്തെ എനിക്ക് കാണണം, എനിക്ക് അദ്ദേഹത്തെ ഉടനെ തന്നെ കിട്ടണം. വല്ലാത്ത സന്തോഷം. അത്രത്തോളം അദ്ദേഹത്തിന്റെ മനസ്സിനെ ആ വ്യാഖ്യാനം സ്വാധീനിച്ചു. ആ സമയത്ത് ഈ വ്യക്തിയോട് രാജാവ് ഓർഡർ കൊടുക്കുകയാണ്. വഖാലൽ മലികു ഉതൂനി ബിഹി فلما جاءه الرسول قال ارجع إلى ربك فاسأله ما بال النسوة اللاتي قطعن أيديهن إن ربي بكيدهن عليم. രാജാവ് പറഞ്ഞു, ഉതൂനി ബിഹി, നിങ്ങൾ അദ്ദേഹത്തെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരൂ. അങ്ങനെ ഈ അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി ദൂതൻ പോവുകയാണ്. ദൂതൻ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സമീപിച്ചപ്പോൾ സാധാരണഗതിയിൽ എന്താ വേണ്ടത്? കേട്ട പാടെ ജയിലിൽ നിന്ന് ഇറങ്ങാനല്ലേ ഒരാൾ തയ്യാറാവുക? അത്രയും കാലം 6-7 കൊല്ലായിട്ട് ജയിലിൽ കിടക്കുകയാണ്. എന്ത് സൗകര്യങ്ങൾ ഉണ്ടായാലും ജയിൽ തന്നെയല്ലേ. ആ കൽത്തുറുങ്കിന്റെ അകത്ത് പ്രയാസങ്ങൾ സഹിച്ച്, ബുദ്ധിമുട്ടുകൾ സഹിച്ച്, നിരപരാധിയായി ഒരു കുറ്റവും ചെയ്യാതെ ജയിലിൽ അടക്കപ്പെട്ട് അനീതിയും അക്രമവും മാത്രം തന്റെ മേൽ വന്നുപെട്ട് അതിൽ അടക്കപ്പെട്ട മഹാനായ യൂസുഫ് അലൈഹിസ്സലാം ഇങ്ങനെ ഒരു ചാൻസ് രാജാവ് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വേഗം ഇറങ്ങി പോവാന്നല്ല പറയാ, ഞാൻ വേഗം വരതാ, ഇപ്പൊ റെഡിയാവാം എന്ന് പറഞ്ഞു വന്ന ദൂതന്റെ കൂടെ പോകാനല്ലേ മെനക്കെടേണ്ടത് വാസ്തവത്തിൽ. എന്നാൽ യൂസുഫ് അലൈഹിസ്സലാം എന്ന മഹാനായ പ്രവാചകൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറാകുന്നില്ല. ഇത്രകാലം തന്നെ ജയിലിൽ അടച്ചത് അക്രമമായിരുന്നു, താൻ നിരപരാധിയായിരുന്നു എന്നൊക്കെ തെളിയിക്കപ്പെടാതെ പുറത്തിറങ്ങിയാൽ, തന്റെ സത്യസന്ധത തെളിയിക്കപ്പെടാതെ ഞാൻ പുറത്തേക്കിറങ്ങിയാൽ ആളുകൾ പറയാൻ തുടങ്ങും, കണ്ടോ ആ പെണ്ണിന്റെ കേസിൽ ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിലടക്കപ്പെട്ട ആളാണിത്. ഇപ്പൊ രാജാവ് സ്വപ്നം കണ്ട ചുളുവിലിപ്പോ ഇറങ്ങി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് രാജാവിന്റെ ആവശ്യമൊക്കെ കഴിഞ്ഞാൽ ദർബാറിന്റെ അകത്തും പുറത്തുമൊക്കെ ജനസംസാരമുണ്ടാകും. ഈ വ്യക്തിയെ അറിയില്ലേ, അയാള് കുഴപ്പമുണ്ടാക്കിയ ആളാണ്, അങ്ങനെ ജയിലിൽ അടക്കപ്പെട്ടതാണ്. ഇപ്പൊ എന്തോ കുറച്ചു കാലത്തെ ഭാഗ്യത്തിന് ഇപ്പൊ പരോളിൽ ഇറങ്ങാൻ ഈ സ്വപ്നം ഒരു കാരണമായതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നേരെ സംശയത്തിന്റെ വിരലുകൾ ചൂണ്ടുവാനും അദ്ദേഹത്തെ നോവിക്കാനും പിൽക്കാലത്ത് കാരണമായി കൂടാ. എനിക്ക് ജയിലിൽ എത്ര കാലം കിടക്കേണ്ടി വന്നാലും നിരപരാധിത്വം തെളിയിക്കപ്പെടാതെ, ലോകത്തിന്റെ മുമ്പിൽ നിരപരാധിയാണ് ഞാനെന്ന് തെളിയിക്കപ്പെടാതെ പുറത്തേക്ക് പോകുന്ന പ്രശ്നമേ ഇല്ല. യൂസുഫ് അലൈഹിസ്സലാം തീരുമാനിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം ഉടനെ പറയാണ്, ഇർജിഅ ഇലാ റബ്ബിക്, നിന്നെ ഇങ്ങോട്ട് അയച്ച യജമാനനോട് പോയിട്ട് ചോദിക്കൂ, നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ച നിന്റെ യജമാനന്റെ അടുക്കലേക്ക് മടങ്ങി ചെല്ലോ. ഫസ്അൽഹു, എന്നിട്ട് അയാളോട് ചോദിക്ക്, അദ്ദേഹത്തോട് ചോദിക്ക്, താങ്കൾ എന്താ ചോദിക്കേണ്ടത്? മാ ബാലുൻ നിസ്വത്തില്ലാത്തി ഖത്തഅന ഐദിയഹുന്ന, മുമ്പൊരിക്കൽ കൈവിരലുകൾ മുറിച്ചു കളഞ്ഞ പെണ്ണുങ്ങളില്ലേ, ആ പെണ്ണുങ്ങളുടെ ഫിത്നയുടെ കാര്യം ഇപ്പൊ എന്തായി പോയി? അതെനിക്കറിയണം. ആ സ്ത്രീകളുടെ അവസ്ഥ ഇപ്പൊ എന്താണെന്ന് എനിക്കറിയണം. ആ കൈവിരൽ മുറിച്ച പെണ്ണുങ്ങളില്ലേ, പഴഞ്ചെത്തുമ്പോ കൂട്ടത്തിൽ അറിയാതെ കൈയെത്തിയില്ലേ, അവരുടെ കാര്യം എന്താന്ന് എനിക്കറിയണം. അത് അറിയാതെ ഞാൻ പുറത്തു വരൂല. നിങ്ങൾ ആലോചിക്കണം, മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഒരു നന്ദി കൂടി ഇതിൽ നമ്മൾ മനസ്സിലാക്കണം. മാ ബാലു ഇംറഅത്തിൽ അസീസ് നല്ല ചോദിക്കുന്നത്. അസീസിന്റെ ഭാര്യ സുലൈഖയുടെ അവസ്ഥ ഇപ്പൊ എന്താന്നല്ല ചോദിക്കുന്നത്.
കാരണം എന്താ, സുലൈഹ മാത്രമല്ല മറ്റു പെണ്ണുങ്ങളും ആ കുഴപ്പത്തിൽ പെട്ടിട്ടുണ്ട്. വെറും സുലൈഹയുടെ പേരിൽ ചാർജ് പറയേണ്ട. കാരണം എന്താ, ഇത്രകാലം തന്നെ തീറ്റിപ്പോറ്റി തനിക്ക് വേണ്ട രൂപത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നൊരു കൊട്ടാരത്തിൽ ജീവിച്ച ഒരാളെ മാത്രം പ്രതിയാക്കണ്ടല്ലോ. അത്ര നീതിയോടുകൂടെ ഇടപെടുകയാണ് മഹാനായ യൂസുഫ് അലൈഹിസ്സലാം. മറ്റു പെണ്ണുങ്ങളുടെ കാര്യം തെളിയിക്കപ്പെട്ടാൽ തന്നെ ഈ സുലൈഹയുടെ കാര്യവും തെളിയിക്കപ്പെടുമല്ലോ. അതുകൊണ്ടാ പോയിട്ട് ചോദിക്ക്, ആ കൈവിരലുകൾ മുറിച്ചു കളഞ്ഞ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? അവരുടെ കുതന്ത്രം ഇപ്പോഴും അവർ നിലനിർത്തുന്നുണ്ടോ? അവരുടെ ദുഷ്പ്രചരണം ഇപ്പോഴും അവർ നിലനിർത്തുന്നുണ്ടോ? അവരുടേതായ ചിന്താഗതിക്ക് മാറ്റം വല്ലതും വന്നിട്ടുണ്ടോ? കാരണം എനിക്കതറിയാതെ ഞാൻ പുറത്തേക്ക് വരില്ല. ഇന്ന റബ്ബീ, നിശ്ചയം എന്റെ രക്ഷിതാവ് ബികൈദിഹിന്ന അലീം, അവരെ കൊണ്ടുണ്ടായ അവരുടെ കുതന്ത്രത്തെ പറ്റി നന്നായി അറിവുള്ളവൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് വരുന്ന പ്രശ്നമല്ല, ഇതറിയണം, ഇത് അന്വേഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനെക്കുറിച്ച് വിവരണം പറഞ്ഞിടത്ത് അള്ളാന്റെ റസൂലിന്റെ ഒരു വിനയം നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൂസുഫ് നബി എത്ര വലിയ മഹാനാണ്. വാസ്തവത്തിൽ എല്ലാ പ്രവാചകന്മാരെക്കാളും മഹാനാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നബിമാരെക്കാളും ക്ഷമ കിട്ടിയ വ്യക്തിത്വമാണ് മഹാനായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും അള്ളാന്റെ റസൂൽ ഈ ആയത്ത് ഇങ്ങനെ ഓതി വിശദീകരിച്ചു കൊടുക്കുമ്പോൾ സഹാബിമാരോട് പറയാണ്, സഹാബിമാരെ, വലൗ ലബിസ്തു ഫിസ്സിജ്നി മാ ലബിസ യൂസുഫു ലഅജബ്തു ദാഇ, യൂസുഫ് അലൈഹിസ്സലാം കഴിച്ചുകൂട്ടിയ അത്ര കാലം ഞാനായിരുന്നു ജയിലിൽ കഴിച്ചുകൂട്ടിയതെങ്കിൽ ദൂതൻ വന്ന് വിളിക്കുമ്പോ ഞാൻ പുറത്തു പോകുമായിരുന്നു. ദൂതന്റെ വിളിക്ക് ഞാൻ ഉടനെ ഉത്തരം കൊടുക്കുമായിരുന്നു. ലൗ കുൻതു അനാ ലഅസ്റഅതുൽ ഇജാബ വമബ്തഗൈതുൽ ഉദ്റ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഞാനായിരുന്നു യൂസുഫിന്റെ സ്ഥാനത്തെങ്കിൽ പെട്ടെന്ന് ഞാൻ മറുപടി കൊടുക്കുകയും ഇനി ഒരു കാരണമൊന്നും എനിക്കറിയേണ്ട കാര്യത്തിന് ഞാൻ കാത്തു നിൽക്കുകയേ ഇല്ലാത്തവണ്ണം പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു. എത്രയാണ് യൂസുഫ് അലൈഹിസ്സലാമിന്റെ സഹനം, എന്താണ് ആ നിഷ്കളങ്കത, എന്താണ് ആ സത്യസന്ധത, തെളിയിക്കപ്പെട്ടേ അടങ്ങൂ എന്നുള്ളൊരു വാശി, എത്രയാണ് ആ ഔന്നത്യം. മഹാവാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോളം ഔന്നത്യം യൂസുഫ് അലൈഹിസ്സലാമിന് ഇല്ല. അത്ര സഹനം യൂസുഫ് അലൈഹിസ്സലാമിന് ഇല്ല എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാധാന്യം, വിനയത്തോടുകൂടി തന്നേക്കാൾ മേലെയാണ് മറ്റുള്ളവരൊക്കെ എന്ന വിനയത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ആ സ്വഭാവത്തെ പുകഴ്ത്തി പറയുകയാണ്. അതിന്റെ ശേഷം രാജാവ് ഇദ്ദേഹം യൂസുഫ് അലൈഹിസ്സലാം കൽപ്പിച്ച അതേ കാര്യം ജനങ്ങളെ വിളിച്ച് അന്വേഷിക്കുക. അദ്ദേഹം ദർബാറിൽ പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി. കാരണം ദർബാറിന്റെ അകത്തും പെണ്ണുങ്ങളുണ്ട്, പുറത്തുമുണ്ട്. പൗരപ്രമുഖരായ ആളുകളുടെയൊക്കെ പെണ്ണുങ്ങളാണല്ലോ. അവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് രാജാവ് അന്വേഷിച്ചു. قال ما خطبكن إذ راوتن يوسف عن نفسه قلنا حاش لله ما علمنا عليه من سوء قالت امرأة العزيز الآن حصحص الحق أنا راودته عن نفسه وإنه لمن الصادقين ذلك ليعلم أني لم أخنه بالغيب وأن الله لا يهدي كيد الخائنين وما أبرئ نفسي إن النفس لأمارة بالسوء إلا ما رحم ربي إن ربي غفور رحيم. രാജാവ് സ്ത്രീകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ചോദിച്ചു, മാ ഖത്ബുകുന്ന, എന്താ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ, എന്താ നിങ്ങളുടെയൊക്കെ ഉള്ളിലിരിപ്പ്, എന്താ നിങ്ങളുടെയൊക്കെ ചിന്താഗതി. ഇത് റാവത്തുന്ന യൂസുഫ് അൻ നഫ്സിഹി, നിങ്ങളൊക്കെ യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ച ആ കാര്യം നിങ്ങൾ മറന്നുപോയോ? യൂസുഫിനെ വശീകരിക്കാൻ വേണ്ടിയും തന്ത്രം മെനയുകയും ചെയ്ത നിങ്ങളുടെയൊക്കെ സ്ഥിതി എന്താണ് എനിക്കെന്ന് ഇപ്പൊ അറിയണം. ഖുൽന, പെണ്ണുങ്ങൾ ഒന്നാകെ പറഞ്ഞു, ഹാശലില്ലാ, അല്ലാഹു മഹാപരിശുദ്ധൻ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധൻ. മാ അലിംനാ, ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല, അലൈഹി, യൂസുഫിനെ കുറിച്ച്, മിൻ സൂ, ഒരു ചീത്തയും ഞങ്ങൾക്ക് പറയാനില്ല. യൂസുഫിനെ കുറിച്ച് ഒരു മോശപ്പെട്ടതും ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊട്ടും അത് പറയാനുമില്ല.
ആ പെണ്ണുങ്ങളൊക്കെ അതങ്ങ് വിളിച്ചു പറഞ്ഞ് ആ നിരപരാധിത്വം അങ്ങ് വ്യക്തമാക്കിയപ്പോൾ സുലൈഖ എന്ന് പറയുന്ന അസീസിന്റെ ഭാര്യ എഴുന്നേറ്റിരുന്നു കൊണ്ട് പറയാണ്, ഖാലത്ത് ഇംറഅത്തുൽ അസീസ്, അസീസിന്റെ ഭാര്യ അവര് പറഞ്ഞു, അൽ ആന ഹസൽ ഹഖ്, ഇതാ ഇപ്പോൾ സത്യം വളരെ വ്യക്തമായി കഴിഞ്ഞു. പിന്നെ അവർക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, സത്യം വളരെ വ്യക്തമാണ്. അവര് പറഞ്ഞു, ഖേദത്തോടെ പറഞ്ഞു, അന റാവത്തുഹു അൻ നഫ്സിഹി, യൂസുഫിന്റെ ശരീരത്തെ വശീകരിക്കാനും കൂടെ എടുക്കാനും കൂടെ കിടത്താനും പരിശ്രമം നടത്തി വശീകരണ ശ്രമം നടത്തിയത് ഞാനായിരുന്നു അതിന്റെ പിന്നിൽ മുഴുവനും കരുക്കൾ നീക്കിയത്. വഇന്നഹു ലമിനസ് സാദിഖീൻ, യൂസുഫ് 100% സത്യസന്ധരുടെ കൂട്ടത്തിൽ തന്നെ. ആ അസീസിന്റെ ഭാര്യയും പറഞ്ഞു, ദർബാറിലുള്ള മറ്റുള്ള ആളുകളും ഒക്കെ ഇത് പറയാണ്. അതിന്റെ ശേഷം സുലൈഖ വീണ്ടും തുടർന്ന് പറയാണ്, ഇത് ഞാൻ എന്തിനാ പറയുന്നത്? ذَلِكَ لِيَعْلَمَ أَنِّي لَمْ أَخُنْهُ بِالْغَيْبِ وَأَنَّ اللَّهَ لَا يَهْدِي كَيْدَ الْخَائِنِينَ. ഞാനിത് പറയുന്നത് ലിയഅലമ, യൂസുഫ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഒരു വ്യാഖ്യാനം. യൂസുഫ് അറിയട്ടെ, അന്നീ ലം അഖുൻഹു ബിൽ ഗൈബി, വാസ്തവത്തിൽ ഇപ്പോൾ ഇവിടെ യൂസുഫിന്റെ അടുക്കൽ ഉണ്ടായിട്ടല്ലല്ലോ ഞാനിത് പറയുന്നത്. യൂസുഫിന്റെ അസാന്നിധ്യത്തിലും ഞാൻ യൂസുഫിനെ ചതിക്കാൻ തയ്യാറല്ല, ഞാൻ യൂസുഫിനോട് ചതി കാണിക്കാൻ തയ്യാറല്ല എന്ന് യൂസുഫ് അറിയട്ടെ. വഅന്നല്ലാഹ ലാ യഹ്ദീ കൈദൽ ഖായിനീൻ, നിശ്ചയമായും അല്ലാഹു ചതിയന്മാരുടെ കുതന്ത്രത്തിന് ആയുസ് കൊടുക്കൂല. കുതന്ത്രക്കാരുടെ കുതന്ത്രത്തിനൊന്നും പടച്ചോൻ അങ്ങനെ അധികം ആയുസ് കൊടുക്കൂല, അതിനൊക്കെ അല്പായുസേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ യൂസുഫ് മനസ്സിലാക്കാൻ യൂസുഫിന്റെ അസാന്നിധ്യത്തിലും ഇതാ ഞാൻ യൂസുഫിന്റെ നിരപരാധിത്വം തെളിയിക്കണം. ഇനി അതല്ലെങ്കിൽ വേറൊരു വ്യാഖ്യാനം, സുലൈഖ ഇത് പറയുമ്പോൾ യഅലമാന്റെ ഭർത്താവ് അറിയണം ഞാൻ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല എന്ന്. രണ്ട് വ്യാഖ്യാനമുണ്ട്, പക്ഷേ ആദ്യം പറഞ്ഞ വ്യാഖ്യാനമാണ് കൂടുതൽ യോജിക്കുന്നത്. തുടർന്നുകൊണ്ട് പിന്നെയും സുലൈഖ പറയാണ്, ഞാനൊരു വഞ്ചനയും കാണിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ എന്റെ അടുക്കൽ ചില തെറ്റൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ വ്യഭിചാരം ഒരിക്കലും ചെയ്തിട്ടില്ല, അതൊന്നുമില്ല. പക്ഷേ എന്റെ മനസ്സിനെ ഞാൻ കുറ്റവിമുക്തമാക്കുന്നില്ല, ഞാൻ ഒന്നും ചെയ്യാത്തൊരു പരിശുദ്ധയാണെന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്താ? ഞാനും ഒരു മനുഷ്യ സ്ത്രീയാണ്. ഇന്നൻ നഫ്സ, നിശ്ചയമായും മനുഷ്യന്റെ മനസ്സ് ലഅമ്മാറത്തും ബിസ്സൂ, ചീത്ത കൊണ്ട് കൽപ്പിക്കുന്നത് തന്നെയാണ്. മനുഷ്യന്റെ മനസ്സ് 3 വിധം എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്ന്, ചീത്ത കൊണ്ട് കൽപ്പിക്കുന്ന നഫ്സുൻ അമ്മാറത്തുൻ ബിസ്സൂഇ, ചീത്ത കൊണ്ട് കൽപ്പിക്കുന്ന മനസ്സ്. എല്ലാ മനുഷ്യരിലും 3-ൽ ഏതെങ്കിലും ഒരു മനസ്സുണ്ടാവും. ഒന്നാമത്തത് ചീത്ത ചെയ്യാൻ ഇങ്ങനെ തോന്നിപ്പിക്കും. മനസ്സാ നമ്മളോട് പറയാം, അത് ചെയ്തോ, ഇത് ചെയ്തോ, അത് നോക്കിക്കോ, ഇത് കണ്ടോ, അത് ആസ്വദിച്ചോ, അത് വിളിച്ചു പറഞ്ഞോ, ഇവിടെ പങ്കെടുത്തോ, അങ്ങോട്ട് പൊയ്ക്കോ എന്നൊക്കെ പല തിന്മകൾക്കും മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് അവന്റെ മനസ്സാണ്. അതാണ് അമ്മാറത്തുൻ ബിസ്സൂഇ, ചീത്ത കൊണ്ട് അമ്ര ചെയ്യുന്ന, കൽപ്പിക്കുന്ന, വല്ലാതെ പ്രേരിപ്പിക്കുന്ന മനസ്സ് അമ്മാറത്തുൻ ബിസ്സൂഇ. രണ്ടാമത്തെ മനസ്സ് അതെന്താ? വിശുദ്ധ ഖുർആൻ പറഞ്ഞ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, ലവ്വാമത്തായ മനസ്സ്. അഥവാ ലവ്വാമത്ത് എന്ന് പറഞ്ഞാൽ ധാരാളമായി ആക്ഷേപിക്കുന്ന മനസ്സ്. അരുതായിരുന്നു, ചെയ്യരുതായിരുന്നു, വേണ്ടിയിരുന്നില്ല, കുറ്റബോധം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചെയ്ത ആ തിന്മയെ സംബന്ധിച്ച് മനസ്സിനെ ഇങ്ങനെ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അത് നല്ലൊരു ലക്ഷണമാണ്. അതുള്ളവരെ തൗബ ചെയ്യൂ, അതുള്ളവരെ മടങ്ങാൻ തയ്യാറാവുകയുള്ളൂ, അതുള്ളവരെ കുറ്റബോധത്തോടുകൂടി കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സൽസരണിയിലേക്ക് മടങ്ങുവാൻ മനസ്സ് വരികയുള്ളൂ. അല്ലാത്തവർക്ക് അതിന് കഴിയൂല. മൂന്നാമത്തെ ഒരു മനസ്സുണ്ട്. അതെന്താ? ആ മനസ്സ് കിട്ടിയവരോടാണ് സ്വർഗത്തിലേക്ക് കടന്നോ എന്ന് പറയുന്നത്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, മുത്മഇന്നത്തായ മനസ്സ്, ഒരു തിന്മയിലും പെടാതെ നല്ല അടക്കം കിട്ടിയ ഈമാനിൻ ദൃഢമൂലമായിട്ടുള്ള, വളരെ കൃത്യമായി മനസ്സ് വളരെ ദൃഢമായി കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ മനസ്സ്. അതാണ് പാപമൊന്നുമില്ലാത്ത, ഇസ്മത്തുള്ള, സുരക്ഷിതത്വമുള്ള പ്രവാചകന്മാരുടെയൊക്കെ മനസ്സ്. ആ മനസ്സിന്റെ ഉടമയായിരുന്നു മഹാനായ യൂസുഫ് അലൈഹിസ്സലാം.
അപ്പൊ ഈ സുലൈഖ പറയാണ്, വമാ ഉബരിഉ നഫ്സി, ഞാൻ എന്റെ മനസ്സിനെ കുറ്റവിമുക്തമാക്കി നിരപരാധിയാണെന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസൂ, മനുഷ്യന്റെ മനസ്സുകൾ അത് തിന്മ കൊണ്ട് കൽപ്പിക്കുന്നത് തന്നെയാണ്. അതിൽ ഞാനും പെട്ടുപോയിട്ടുണ്ട്. ഇല്ലാ മാ റഹിമ റബ്ബി, എന്റെ രക്ഷിതാവ് കാരുണ്യം ചെയ്തവർക്കൊഴികെ. രക്ഷിതാവിന്റെ കാരുണ്യം കിട്ടിയവരുടെ മനസ്സങ്ങനെ ചീത്ത കൊണ്ട് കൽപ്പിക്കൂല. അല്ലാത്തവരുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ചീത്ത വിചാരങ്ങളും വികാരങ്ങളും വരും. അതെന്ന് തോന്നിവാസത്തിന് കൽപ്പിക്കുകയും ചെയ്യും. അങ്ങനെ എന്റെ അടുക്കൽ പറ്റിപ്പോയിട്ടുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുകയാണ്. എന്നാൽ ഇന്ന റബ്ബീ ഗഫൂറുർ റഹീം, നിശ്ചയം എന്റെ രക്ഷിതാവ് ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണല്ലോ. ആ ഒരു പശ്ചാത്താപ മനസ്സ്, ഒരു കുറ്റബോധം സുലൈഖ പ്രകടിപ്പിക്കുകയാണ്. അതിന്റെ ശേഷം സുലൈഖ പിന്നീട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ് അവരുടേതായ കുറ്റം അവർ സമ്മതിച്ചല്ലോ. അങ്ങനെ സമ്മതിച്ചു. നിരപരാധിത്വം 100% എല്ലാവർക്കും ബോധ്യമായി. അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും രാജ്യത്തൊട്ടാകെ 100% കൃത്യമായി നിരപരാധിയാണ് കൽത്തുറുങ്കിൽ അടക്കപ്പെട്ടിട്ടുള്ളതെന്ന് എല്ലാവർക്കും ബോധ്യമായി. ഇനി ഒരാൾ അതിനെപ്പറ്റി പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഇനി ഒരാൾ വിരൽ ചൂണ്ടുന്ന ഒരു അവസ്ഥ വരില്ല. ഏത് കാലം കഴിഞ്ഞാലും ആ നിർമ്മലത്വം, ആ പരിശുദ്ധി, ആ പരിപാവനത്വം അത് നിലനിൽക്കും. അത് കൃത്യമായി ബോധ്യമായപ്പോ, അത് കൃത്യമായി ബോധ്യമായി. ആ സമയത്ത് വീണ്ടും വീണ്ടും രാജാവ് തന്റെ പ്രജകളോട്, അഥവാ തന്റെ കൊട്ടാരത്തിലുള്ള ദൂതനോട് പറയാണ്, കൂടുതൽ എനിക്ക് അദ്ദേഹത്തെ മതിപ്പായിട്ടുണ്ട്. ഇനി അദ്ദേഹത്തെ ഇവിടെ നിർത്തിക്കൂടാ, ഇനി എനിക്ക് കണ്ടേ പറ്റും. എനിക്ക് അദ്ദേഹത്തെ സ്വന്തമായി കിട്ടണം. എനിക്ക് അദ്ദേഹത്തെ സ്വന്തമായി കിട്ടണം. കാരണം മതിപ്പ് കൂടാൻ എന്താ കാരണം? അദ്ദേഹത്തിന്റെ സ്വപ്നവ്യാഖ്യാനത്തിന്റെ മികവ്, നല്ല അറിവുള്ളയാളാണ് മനസ്സിലായി. മാത്രല്ല വല്ലാത്തൊരു പരിശുദ്ധനും ക്ഷമയുള്ളവനുമായുള്ള ആളല്ലേ. ഞാൻ വിളിച്ചിട്ട് വരെ ചാടിപ്പുറപ്പെട്ട് ജയിലിലകപ്പെട്ടത് പെട്ടെന്ന് ഇങ്ങോട്ട് പോരാൻ തയ്യാറാവാതെ തിരിച്ചു ചെന്നിട്ട് ഇതൊക്കെ ചോദിച്ചിട്ട് ബോധ്യമായിട്ട് എന്റെ നിരപരാധിത്വം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പുറത്തിറങ്ങൂന്ന് പറയാൻ മാത്രമുള്ള ഒരു മാനസികമായ അവസ്ഥയുള്ള ഒരു മഹാൻ. മതിപ്പ് ഇങ്ങനെ കൂടാണ്. പരിശുദ്ധി, കാരണം ഈ സ്ത്രീകളുടെ ഒന്നും മുമ്പിൽ പതറാത്തൊരു മനസ്സിന്റെ പരിശുദ്ധിയുള്ള വ്യക്തിത്വമല്ലേ. ജയിൽ തടവുകാരൻ പോയിട്ട് പോലും പറഞ്ഞത് അയ്യോ സിദ്ദീഖ് എന്നാണ്. സിദ്ദീഖായ സഹോദര എന്ന അർത്ഥത്തിലാണ് സംസാരിച്ചത്. അപ്പൊ തികച്ചും മർദ്ദിതനാണ്, അനീതി ചെയ്യപ്പെട്ട വ്യക്തിത്വമാണ്. എല്ലാ നിലക്കും രാജാവിന് ബോധ്യമായപ്പോ ഇനി താമസിച്ചുകൂടാ. അദ്ദേഹം ദൂതനെ പറഞ്ഞയച്ചുകൊണ്ട് പറയാണ്, വഖാലൽ മലികു ഉതൂനി ബിഹി അസ്തഖ്ലിസുഹു ലിനഫ്സി ഫലമ്മാ കല്ലമഹു ഖാല ഇന്നകൽ യൗമ ലദൈനാ മകീനുൻ അമീൻ قال اجعلني على خزائن الأرض إني حفيظ عليم. രാജാവ് പറഞ്ഞു ഇദ്ദേഹത്തോട്, ഇതൂനി ബിഹി, നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുവരൂ. അസ്തഖ്ലിസുഹു ലിനഫ്സി, എനിക്കായി സ്വന്തമാക്കി വെക്കാനാണ്. എന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കണം അദ്ദേഹം, വേറൊന്നിനുമല്ല. എന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി, എന്റെ സ്വകാര്യങ്ങളും എന്റെ എല്ലാം എനിക്കൊരു ആത്മമിത്രമായി എനിക്കായി സ്വന്തമാക്കണം അദ്ദേഹത്തെ. അദ്ദേഹത്തെ പോയി കൊണ്ടുവരൂ. ഫലമ്മാ കല്ലമഹു, അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവന്നു. രാജാവിന്റെ ദർബാറിലെത്തി. രാജാവുമായിട്ട് സംസാരം തുടങ്ങുകയാണ്. ഫലമ്മാ കല്ലമഹു, യൂസുഫ് അലൈഹിസ്സലാമിനോട് രാജാവ് സംസാരിച്ചപ്പോൾ രാജാവ് പറഞ്ഞു, ഇന്നകൽ യൗമ ലദൈനാ മകീനുൻ അമീൻ, നിശ്ചയമായും ഇന്നത്തെ ദിവസം, അതെ ഇന്ന് മുതൽ താങ്കൾക്ക് ലദൈന നമ്മുടെ അടുക്കലുണ്ട്, മകീൻ അമീൻ, നിങ്ങൾ വിശ്വസ്തനാണ്, വലിയ സ്ഥാനമുള്ള ഉടമയാണ്, നിങ്ങൾ വലിയ വിശ്വസ്തനാണ് ഇന്ന് മുതൽ എൻ്റെ അടുക്കൽ. എൻ്റെ വിശ്വസ്തനായ കൂട്ടുകാരനാണ്. ഈ ഇവിടെ നിങ്ങൾക്ക് എല്ലാ നിലക്കുള്ള സ്ഥാനവും പദവിയും ഒക്കെ ഇതാ ഇന്ന് മുതൽ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. ആ സമയത്ത് മഹാനായ യൂസുഫ് അലൈഹിസ്സലാം പറയാണ്, قال اجعلني على خزائن الأرض إني حفيظ عليم. اجعلني, നിങ്ങൾ എന്നെ നിശ്ചയിക്കാമോ, നിങ്ങൾ എന്നെ നിശ്ചയിക്കുക. അലാ ഖസായിനിൽ അർളി, ഭൂമിയിലെ ഖജനാക്കളുടെ മേലധികാരിയാക്കുക. ഇവിടെ ഭൂമി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈജിപ്താണ്. ഈ രാജ്യത്തുള്ള ധനകാര്യ വകുപ്പിന്റെ അധികാരിയായിട്ട് എന്നെ നിശ്ചയിക്കണം. ആ അധികാരം നിങ്ങൾ എനിക്ക് തരണം. ഈ രാജ്യത്തുള്ള ഭക്ഷ്യവകുപ്പ്, ഇവിടുത്തെ സാമ്പത്തിക വകുപ്പ് ഞാൻ കൈകാര്യം ചെയ്യാം.
ഇന്നി നിശ്ചയമായും ഞാൻ ഹഫീളുൻ, ഞാനത് സൂക്ഷിക്കാൻ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിത്വമാണ്. അലീം, അതിനെപ്പറ്റി ശരിക്ക് അറിവുള്ള ആളാണ്. എനിക്ക് നന്നായി കൈകാര്യം ചെയ്യാനും സത്യസന്ധമായി ഇടപെടാനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും ആ രംഗത്ത് എനിക്ക് നല്ല അറിവ് എനിക്ക് തന്നിട്ടുണ്ട്, എൻ്റെ റബ്ബ് തന്നിട്ടുണ്ട്. എനിക്കതുകൊണ്ട് അതിനെപ്പറ്റി നല്ല കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് നിങ്ങൾ എന്നെ നിയോഗിക്കുക. ഇവിടെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അധികാരം ചോദിച്ചു വാങ്ങണം. ഇസ്ലാമികമായിട്ടുള്ള പൊതു നിയമം എന്താണ്? അധികാരവും പദവിയൊന്നും ചോദിക്കുന്നവർക്ക് അത് കൊടുക്കാൻ പാടില്ല എന്ന്. അധികാരം ചോദിച്ചു വരുന്നോണം അത് കൊടുക്കരുത്. കാരണം അതിന്റെ പിന്നിൽ അവനെന്തോ ചില താല്പര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അതിനവന് മുന്നോട്ട് കൊണ്ടുപോകാൻ പലപ്പോഴും കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ചില സഹാബിമാര് ചോദിച്ചപ്പോ, എന്നെ ഇന്ന സ്ഥലത്തേക്ക് ഗവർണറാക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാന്റെ റസൂൽ പറഞ്ഞു, വേണ്ട, ആ അധികാരം നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പൊതു നിയമം. എന്നാൽ വിശുദ്ധ ഖുർആൻ നമുക്ക് ഈ പറഞ്ഞു തരുന്നതിലൂടെ വേറൊരു യാഥാർത്ഥ്യം കൂടി അള്ളാഹു തആല പഠിപ്പിക്കാൻ. ഒരു വ്യക്തിക്ക് തോന്നുകയാണ് ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനം അലങ്കരിക്കാനുള്ള യോഗ്യത തനിക്കുണ്ട്, അതിനുള്ള പ്രാപ്തി തനിക്കുണ്ട്, ഒരു സ്വാർത്ഥതയുമില്ലാതെ സമർത്ഥമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, അതിനെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിശ്വാസവും സാഹചര്യവും എൻ്റെ അടുക്കലുണ്ട്, അത് കൈയാളേണ്ടുന്ന വിധത്തിൽ കൈകാര്യം ചെയ്യാനും നിഷ്കളങ്കമായി വേറെ ഒരാളെയും ആ വിഷയത്തിൽ ഞാൻ കാണുന്നുമില്ല, വേറൊരാൾ എന്റെ സ്ഥാനത്തേക്ക് ഇവിടെ വരാൻ ഞാൻ കാണുന്നുമില്ല. അങ്ങനെ ഒരാൾക്ക് ബോധ്യമായാൽ അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരാം, അത് കരസ്ഥമാക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഈ ചരിത്രത്തിലൂടെ അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു പാഠം. അതേ അവസരത്തിൽ സ്ഥാനമോഹമോ അതുപോലെ തന്നെ ഒരുപാട് പണമുണ്ടാക്കണമെന്നോ തന്റേതായ ചില ലാഭങ്ങളൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് അധികാര സ്ഥാനത്ത് കയറിപ്പറ്റുന്നവരെ കൊണ്ട് സമുദായത്തിനും ഉപദ്രവം ഉണ്ടാവുക, നാട്ടിനും ശല്യമാണ് ഉണ്ടാവുക. അവർക്കും അത് ഏറ്റവും വലിയ രൂപത്തിലുള്ള അധപതനത്തിന് കാരണമായി തീരും. നിഷ്കളങ്കവും നിസ്വാർത്ഥവുമായ രൂപത്തിലുള്ള ഒരു സേവനം അവരിൽ നിന്നുണ്ടാകാൻ പ്രയാസമായിരിക്കും. എന്നാൽ യൂസുഫ് അലൈഹിസ്സലാമിന് നല്ല ധൈര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ആ സ്ഥാനത്ത് അത് കൈകാര്യം ചെയ്യാൻ ഇവിടെ വേറെ ആരും ഇല്ലാന്നും അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഉള്ള ആളുകളെയൊക്കെ ഇപ്പൊ അവസ്ഥ അറിയാലോ. രാജാവിന്റെ ഏറ്റവും ബന്ധപ്പെട്ട ആളുകളെയൊക്കെ ദർബാറിൽ വിളിച്ചു വരുത്തിയിട്ട് ഒരു സ്വപ്നം കണ്ടിട്ട് അതിന്റെ വ്യാഖ്യാനം പറയാൻ ചോദിച്ചപ്പോൾ വരെ ജഹാലത്തിന്റെ മറുപടിയാ പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ പേക്കിനാവാട് പൊട്ടക്കിനാവ, അവർക്കൊന്നത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ എന്നെ നിയമിച്ചോളൂ ആ സ്ഥാനത്ത്, ഞാനത് മാന്യമായി വളരെ സൂക്ഷ്മമായി വളരെ വിവേകത്തോടെ വളരെ കൃത്യമായി ഞാനത് കൈകാര്യം ചെയ്ത് കാണിച്ചു തരാം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ആ അധികാര സ്ഥാനത്തേക്ക് നിയുക്തനാവുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അനിസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിൽ ഏതെങ്കിലും ഒരു ജോലി ചെയ്തു പോയാൽ ശിർക്ക്, കുഫ്ർ എന്നൊക്കെ പറയുന്ന കക്ഷികളുണ്ട് ലോകത്ത്. ഇസ്ലാമികമല്ലാത്തൊരു ഭരണകൂടത്തിന്റെ കീഴിൽ ജോലി ചെയ്തുകൂടാ, അവരുടെ ശമ്പളം പറ്റിക്കൂടാ, അവരുടെ കീഴിൽ ഉദ്യോഗം പറ്റിക്കൂടാ, അതൊക്കെ ശിർക്കാണ്, കുഫറാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എതിരാണെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ വിട്ടുനിൽക്കണം, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് ശിർക്കാണ്, കുഫറാണ് എന്നൊക്കെ പറഞ്ഞ പല കക്ഷികൾ പല കാലഘട്ടങ്ങളിൽ പല വേഷം പൂണ്ടുകൊണ്ട് ഇന്നും സമൂഹത്തിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു അനിസ്ലാമിക ഗവൺമെന്റിൽ തന്നെയാണ് ആ ഉദ്യോഗം ഭരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് കഴിയാവുന്ന ഒരു മേഖലയിൽ കഴിയാവുന്ന നിലക്കുള്ള ഇസ്ലാമികമായി നീതിയുക്തമായ നിലക്കുള്ള കാര്യങ്ങൾ കൈയാളാൻ അത് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാതെ തനിക്ക് അവസരം കിട്ടുകയാണെങ്കിൽ തന്നെ കൊണ്ട് കഴിയുന്ന നിലക്ക് നീതിപൂർവകമായി വർത്തിക്കാമല്ലോ എന്നാണ് മഹാനായ പ്രവാചകൻ കണക്ക് കൂട്ടിയിട്ടുള്ളത്. അതും കൂടെ നമ്മൾ ഈ വിഷയത്തിന്റെ സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ആ രാജ്യത്തിൽ ധനകാര്യ വകുപ്പിന്റെ അധികാരം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതിനെക്കുറിച്ച് അല്ലാഹ് പറയുന്നത് എന്താ? وَكَذَلِكَ مَكَّنَّا لِيُوسُفَ فِي الْأَرْضِ يَتَبَوَّأُ مِنْهَا حَيْثُ يَشَاءُ نُصِيبُ بِرَحْمَتِنَا مَن نَّشَاءُ وَلَا نُضِيعُ أَجْرَ الْمُحْسِنِينَ وَلَأَجْرُ الْآخِرَةِ خَيْرٌ لِّلَّذِينَ آمَنُوا وَكَانُوا يَتَّقُونَ. വകദാലിക ഇപ്രകാരം മക്കന്ന നാം സൗകര്യം ചെയ്തു കൊടുത്തു ലിയൂസുഫ യൂസുഫിന് ഫിൽ അർളി ഭൂമിയിൽ അഥവാ ഈജിപ്ത് മണ്ണിൽ, ഈജിപ്ത് രാജ്യത്ത് യൂസുഫിന് നാം സൗകര്യം ചെയ്തു കൊടുത്തു. ഏത് നിലക്ക്? യതബവ്വഉ മിൻഹാ ഹൈസു യശാ, അദ്ദേഹം ഉദ്ദേശിക്കുന്നിടത്ത് അദ്ദേഹത്തിന് പോയി താമസിക്കാം, എവിടെയും യാത്ര ചെയ്യാം, എവിടെയും അദ്ദേഹത്തിന് താമസിക്കാം, സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് കൊടുത്തു. നുസീബു ബിറഹ്മത്തിനാ മൻ നശാ, അല്ലാഹു പറയാണ് ഇതിനെക്കുറിച്ച്,
നാം ഉദ്ദേശിക്കുന്നവർക്ക് നമ്മുടെ കാരുണ്യത്തിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നു. നാം ഉദ്ദേശിക്കുന്നവർക്ക് നമ്മുടെ കാരുണ്യത്തെ നാം ബാധിപ്പിക്കുന്നു. സുകൃതം ചെയ്യുന്ന പുണ്യവാന്മാരുടെ പ്രതിഫലത്തെ നാം ഒരിക്കലും പാഴാക്കി കളയുന്നതല്ല. തുടർന്നുകൊണ്ട് പറയാണ്, ദുന്യാവിൽ കിട്ടിയ ഈ ഉപകാരങ്ങൾ കൊണ്ടും ദുന്യാവിൽ കിട്ടുന്ന ഈ സൗകര്യങ്ങൾ കൊണ്ടും ഒന്നും മോമിനീങ്ങളെ ഞാൻ മതിയാക്കൂല. ഇവിടെ നാം അവർക്ക് കൊടുത്തത് കൊണ്ടൊന്നും അവർക്ക് ആഖിറത്തിൽ കുറഞ്ഞു പോകൂല. വല അജ്റുൽ ആഖിറ, പരലോകത്തിനിയുള്ള പ്രതിഫലം അത് തന്നെയാണ്. ഖൈറുൽ ലില്ലദീന ആമനു, വിശ്വസിച്ചവർക്ക് അതാണ് ഏറ്റവും ഉത്തമം. വകാനൂ യത്തഖൂൻ, അല്ലാഹുവിന്റെ കൽപ്പനകളെയും നിയമങ്ങളെയും പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കും അതാണ് ഏറ്റവും നല്ലത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് അല്ലാഹു ആ ഭാഗം അവസാനിപ്പിക്കുന്നു. ഈ ചരിത്രത്തിൽ നിന്നും പ്രിയമുള്ളവരെ നമുക്കും ഒരുപാട് പാഠം പഠിക്കാനുണ്ട്. പരീക്ഷണങ്ങൾ വരുമ്പോ നമുക്ക് ഇഷ്ടമല്ലാത്ത രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോ എന്നെ എന്തേ റബ്ബ് ഇങ്ങനെ ആക്കുന്നത്, എന്നെ എന്തുകൊണ്ടാ റബ്ബ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊന്നും വിലപിക്കാൻ പാടില്ല. സഹനക്കേടിന്റെ വർത്തമാനം പറയാൻ പാടില്ല. പറയരുതാത്ത വാക്കുകൾ നാവിൽ നിന്ന് പുറത്തു ചാടാൻ പാടില്ല. മറിച്ച് എന്ത് കാര്യങ്ങൾ അല്ലാഹു നമുക്ക് വിധിക്കുകയാണെങ്കിലും അതിലും ഒരു ഖൈറുണ്ടായിരിക്കും. ആ ശർറാണ് ഇപ്പോൾ എനിക്കത് ശർറായിട്ട് തോന്നുകയാണ്, പക്ഷേ ഭാവിയിൽ ഇത് മുഖേന എനിക്ക് എന്ത് ഖൈറാണ് റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് വിവരം കെട്ട എനിക്കറിയില്ലല്ലോ, വിവരസ്ഥനായ റബ്ബിനല്ലേ അറിയൂ എന്ന് ചിന്തിക്കാൻ മനുഷ്യന് കഴിയണം. ഇവിടെ നിങ്ങൾ നോക്കൂ, വാസ്തവത്തിൽ ഈ ചരിത്രം അതല്ലേ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ജീവിതത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായതൊക്കെ ഇഷ്ടകരമല്ലാത്ത കാര്യങ്ങളായിരുന്നില്ലേ? അതേ, സഹോദരന്മാർക്ക് അസൂയ തോന്നിയത് ഒരു ഇഷ്ടകരമായ കാര്യമായിരുന്നു? അല്ല, അതൊരു പരീക്ഷണമാണ്. അസൂയയുടെ മരുന്നായി കൊണ്ടവരെ കണ്ടുപിടിച്ചത് ബാപ്പയിൽ നിന്ന് യൂസുഫ് അലൈഹിസ്സലാമിനെ അകറ്റലാണ്. അങ്ങനെ അവരെ കൊണ്ടുപോയി കിണറ്റിലിട്ടു. യൂസുഫ് അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അപ്പോൾ അത് ശർറ് തന്നെയല്ലേ, പക്ഷേ അത് ഖൈറല്ലേ? കിണറ്റിലിട്ടാലല്ലേ യാത്രക്കാര് വന്ന് കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തുക. അങ്ങനെ യാത്രക്കാരുടെ കൈകളിൽ അകപ്പെട്ടത് ഒരു പരീക്ഷണം, അവര് വിറ്റൊഴിവാക്കിയത് മറ്റൊരു പരീക്ഷണം, അടിമച്ചന്തയിൽ പെട്ടത് വേറൊരു പരീക്ഷണം, അവിടെ നിന്നും മറ്റൊരാൾ വില കൊടുത്ത് വാങ്ങിയത് മറ്റൊരു പരീക്ഷണം. അതും കഴിഞ്ഞ് കൊട്ടാരത്തിൽ ബാലനായി വളർന്നു പിന്നീട് യുവാവായി മാറിയപ്പോൾ കൊട്ടാരത്തിലെ റാണി ഉണ്ടാക്കിയ ഫിത്നകൾ, അത് വേറൊരു പരീക്ഷണം. ആ പരീക്ഷണം കൊണ്ടല്ലേ അവര് ജയിലിലേക്ക് പോകേണ്ടി വന്നത്. അതും പടച്ചതമ്പുരാന്റെ റബ്ബിന്റെ തീരുമാനമാണ്. ജയിലിൽ അകപ്പെട്ടപ്പോൾ ജയിലിലുള്ള സഹതടവുകാര് സ്വപ്നം കാണേണ്ടി വന്നു. അവര് സ്വപ്നം കണ്ടതും ഒരു ഖൈറായി മാറുകയാണ്. വ്യാഖ്യാനം പറയുകയാണ്, ഒരാൾ രക്ഷപ്പെടുകയാണ്. ആ നാട്ടിലെ രാജാവ് വേറെ സ്വപ്നം കാണുന്നു. ആ രാജാവിന്റെ സ്വപ്നത്തിന് നാട്ടുകാർക്ക് വ്യാഖ്യാനം പറയാൻ കഴിയാതെ ആയപ്പോൾ ജയിൽവാസിയായ സഹതടവുകാരൻ ഓർമ്മപ്പെടുത്തിയിട്ട് തിരിച്ചു ചെന്നിട്ടുണ്ടായ വിവരണങ്ങളല്ലേ അദ്ദേഹത്തിന് പുറത്തു കിടക്കാൻ നിമിത്തമായി മാറിയത്. കഥയുടെ ആദ്യ ഭാഗങ്ങളിൽ മുഴുവൻ ഒരു വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നടന്നത് മുഴുവൻ. പക്ഷേ അവസാനം എന്തായി? എല്ലാ പരീക്ഷണങ്ങളുടെയും അവസാനം വമ്പിച്ച വിജയത്തിലേക്കാണ്ട് വന്നു. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ജീവിതത്തിൽ ചിലപ്പോൾ പരീക്ഷണങ്ങൾ ഇങ്ങനെ ഒന്നിന് പിറകെ മറ്റൊന്നായി, കയറ് പൊട്ടിയ മണിമാലയിൽ നിന്ന് അതിന്റെ ഓരോന്നും ഇങ്ങനെ ചാടും പോലെ ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട് ഇങ്ങനെ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോഴും ആത്മഹത്യ ചെയ്യാനോ അതുപോലെ തന്നെ സഹനക്കേടിന്റെ വാക്കുകൾ പറയാനോ ആ രൂപത്തിലുള്ള ഒന്നിനും ഒരു വിശ്വാസി തയ്യാറാവാതെ അങ്ങനെ സഹിച്ച് കഴിയണം. എന്താ റബ്ബ് എന്നെ കൊണ്ട് കണ്ടിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. അപ്പൊ തൽക്കാലം നമുക്ക് പലതും ദോഷമായിട്ടും ഷെറായിട്ടൊക്കെ തോന്നും. പക്ഷെ ആ ഷെറ് കാരണമായിരിക്കും നമുക്ക് പിന്നെ ഭാവിയിൽ എന്ത് വരുന്നത്? വലിയ വിജയം വരുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ പലരും ചിലപ്പോൾ പറയാറുണ്ട്, അന്നാ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടോണ്ടാ ഇന്നിപ്പോ ഞാൻ വലിയ ശമ്പളക്കാരനായത്. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, പണ്ടൊരു നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, 3000-4000 ദിർഹം ശമ്പളം ഉണ്ടായിരുന്നു, പെട്ടെന്ന് പിരിച്ചുവിടപ്പെട്ടു. അന്ന് വല്ലാത്ത സങ്കടമായി, വിഷമമായി. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞ് കുറച്ചൊക്കെ നാട്ടിൽ പോയിരുന്ന് രണ്ടാമത് ഇവിടെ മടങ്ങി വന്ന് അന്വേഷണം ആരംഭിച്ചപ്പോൾ വേറൊരു ജോലി കിട്ടി. ഇപ്പൊ ശമ്പളം 10,000, 12,000 എന്നൊക്കെ ആളുകൾ പറയും. ആ 10,000, 12,000 ഒക്കെ ഉള്ള ജോലി കിട്ടാൻ കാരണമായിരുന്നെന്താ? അന്നത്തെ പിരിച്ചുവിടല്. അന്ന് പിരിച്ചുവിട്ടിട്ടില്ലെങ്കിൽ ഇതിലേക്ക് എത്തൂല, കാലാകാലം ആ ജോലിയിൽ തന്നെ ഉണ്ടാവും, അതേ സാലറിയിൽ ഉണ്ടാവും. പക്ഷെ അന്നാ പിരിച്ചുവിട്ടതാണ് ഇദ്ദേഹത്തിന് വല്ലാത്തൊരു കാര്യമായി മാറിയത്, വല്ലാത്തൊരു ഭാഗ്യമായി മാറിയത്.
വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്കത് ഇഷ്ടല്ലാത്ത കാര്യങ്ങളായിരിക്കും ഇപ്പോ, പക്ഷെ അതിലായിരിക്കും നിങ്ങൾക്ക് ഖൈർ. ചിലതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് വല്ലാത്ത പുളകവും സന്തോഷമൊക്കെ തോന്നുന്നുണ്ടാകും, പക്ഷെ അത് നിങ്ങൾക്ക് ഭാവിയിൽ അപകടമായിരിക്കും. വല്ലാഹു യഅലം, അള്ളയാണെല്ലാം അറിയുന്നവൻ കേട്ടോ. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിവില്ലാത്തവരാണ്. അതുകൊണ്ട് റബ്ബ് എന്ത് വിധിച്ചാലും അതിലൊക്കെ ഒരു ഖൈർ ഉണ്ടാകും. എന്ത് വിധിച്ചാലും അതിലെന്തെങ്കിലും ഒരു ഖൈർ ഉണ്ടാകുന്ന നമ്മൾ നമ്മളെ മനസ്സിനെ പഠിപ്പിക്കേണ്ടത്. അതാ വിശുദ്ധ ഖുർആനും പറഞ്ഞത്, ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഞെരുക്കത്തിന്റെ കൂടെ എളുപ്പങ്ങൾ വരാനുണ്ട്. തീർച്ചയാണ് ഞെരുക്കത്തിന്റെ കൂടെ എളുപ്പങ്ങൾ വരാനുണ്ട്. ഞെരുക്കം എന്നും ഞെരുക്കൊന്നും ഉണ്ടാവില്ല. കുറെ കാലം കഴിഞ്ഞ ഒരു തുറസ്സുണ്ടാവും, ഒരു വിജയമുണ്ടാകും. ഇവിടെ യൂസുഫ് അലൈഹിസ്സലാം എന്തൊക്കെ സഹിച്ചു, കൊല്ലങ്ങളോളം എന്തൊക്കെ സഹിച്ചു. പക്ഷേ പര്യവസാനം ഏത് സഹോദരന്മാര് പിടിച്ചുകൊണ്ടുപോയോ അതേ കൈകൾ, ഏത് സഹോദരന്മാരുടെ കൈകളാൽ പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞോ അതേ കൈകൾ അധികം താമസിയാതെ തന്റെ മുമ്പിൽ വന്ന് ഭക്ഷ്യധാന്യത്തിന് വേണ്ടി യാചിക്കാൻ വേണ്ടി അതേ കൈകൾ നീട്ടേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു. അതേ സഹോദരങ്ങൾ കിണറ്റിലിട്ട അതേ കൈകൾ തന്റെ മുമ്പിൽ ഇതാ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുന്ന ഒരവസ്ഥ. അതാണ് ഇനി പറയാൻ പോകുന്നത്. അവിടുത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി ധനകാര്യം കൈകാര്യം ചെയ്യുന്ന മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക്, അവിടെ പറഞ്ഞല്ലോ മറ്റു രാജ്യങ്ങളിലൊക്കെ വരൾച്ചയാണ്. ഈജിപ്തിൽ അദ്ദേഹത്തിന്റെ തന്ത്രം കൊണ്ട്, അദ്ദേഹത്തിന്റെ ഭരണ മികവ് കൊണ്ട് ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുകയാണ്. ഈ ഭക്ഷണത്തിന് വേണ്ടി മറുനാട്ടിൽ നിന്നൊക്കെ ആളുകൾ ഈജിപ്തിൽ നല്ല ഭക്ഷണമുണ്ട്, ധാന്യം കിട്ടാനുണ്ട് എന്നും പറഞ്ഞ് റേഷൻ വാങ്ങാനും ഭക്ഷണം വാങ്ങാനും ഒക്കെ വരികയാണ് സഹോദരന്മാർ. അവിടെ നിന്ന് അങ്ങോട്ടാണ് വിശുദ്ധ ഖുർആൻ ഇനി ആ ഭാഗം വിശദീകരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു നമുക്ക് തരുന്ന ഏതൊരു പരീക്ഷണത്തിന്റെയും പിന്നിൽ നമ്മെ കൊണ്ടൊരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. ആ ഖൈറിന് കാത്തു നിൽക്കണം, ക്ഷമയോടെ, സഹനത്തോടെ. അതിൽ ക്ഷമകേട് കാണിച്ച് പെട്ടെന്ന് ജീവൻ കളയാനും തോന്നിവാസം പറയാനും തെറ്റിപ്പോകാനും ഒക്കെ നിന്നാൽ അത് കാലാകാലം അപകടത്തിലേക്ക് നമ്മെ ആപതിപ്പിക്കും. അതേ അവസരത്തിൽ ദുന്യാവിൽ കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ പല അജ്റുൽ ആഖിറത്തി ഖൈർ, പരലോകത്ത് കിട്ടാനിരിക്കുന്ന പ്രതിഫലം അത് തന്നെയാണ് ഏറ്റവും മുന്തിയത്. ഈമാനും തഖ്വയുമുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ മഹാന്മാരായ പ്രവാചകന്മാരുടെ പാതകൾ പിൻപറ്റുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا تقبل منا إنك أنت السميع العليم. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.